ഇന്ന് ഉത്സവത്തിൻ്റെ അവസാന ദിവസമാണ്. രാവിലെ തന്നെ ഉണ്ണിച്ചേട്ടൻ മാങ്ങ പറക്കി എറിയുന്ന കണ്ടോ ഞാൻ എഴുന്നേറ്റ് വന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിൽ ചെറുതായിട്ടൊക്കെ ചീഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പെറുക്കി കളഞ്ഞിട്ട് ബാക്കിയുള്ളത് മാറ്റി വെക്കാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും ആമിനെ എൽ പോളിഷ് കൊണ്ടുവന്നിട്ട് കാളെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട്. പിന്നെ ഉത്സവമായത് കാരണം കുഞ്ഞമ്മയുടെ പിള്ളേരെല്ലാവരും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി രാവിലെ തൊട്ട് ഫുള്ള് വൈബാണ്. എല്ലാവരും കൂടി തമാശയൊക്കെ പറഞ്ഞ് നല്ല രസമായിട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും കൂടി നടക്കുകയാണ്. അങ്ങനെ ആമിക്ക് 2 കൈയിലും 2 കാലിലും ഒക്കെ നെയിൽ പോളിഷ് ഇട്ട് കൊടുത്തു കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേനും ഏട്ടത്തിൻ്റെ ചീത്ത പറഞ്ഞു. കാരണം വേറെ നല്ല ഇവിടെ ഏത് സമയം ഫുൾ ടൈം കൈ വായിൽ വെച്ചിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അത് കാരണം വായിൽ പോകുന്നു പറഞ്ഞിട്ട് എന്നെ കുറേ ചീത്ത പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ കുഞ്ഞിക്കും ഗോപിയാക്കയുടെ മോളുണ്ടായിരുന്നു, പിന്നെ കുഞ്ഞിക്ക് നെയിൽ പോളിഷ് ഇട്ട് കൊടുത്തു. ഇതെല്ലാം കുട്ടി ടീംസ് ആട്ടോ, കുഞ്ഞമ്മയുടെ മക്കളാണ് ഇവരെല്ലാവരും. ഇവർക്കൊക്കെ വീഡിയോസൊക്കെ എടുക്കുന്ന ഭയങ്കര നാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേനും ആരെയൊക്കെ എടുക്കല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ മാറി നിൽക്കും. എല്ലാവർക്കും ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. അങ്ങനെ രാവിലത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് അമ്പലത്തിലേക്ക് പോകാനുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ വാങ്ങി ഞങ്ങൾ താമസിച്ചാട്ടോ പോയത്. കാരണം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവരും കഴിച്ചിട്ട് പോയായിരുന്നു. നല്ല സദ്യ ആയിരുന്നു. സദ്യ പോലെയാണ്, പായസം ഉണ്ടായിരുന്നില്ല, എന്നാലും സദ്യ പോലെ ആയിരുന്നു. പപ്പടം, അവിയൽ, സാമ്പാർ ഇതെല്ലാം കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ കടവിൽ പാത്രം കഴുകാൻ വരുവാൻ. ഇതാണ് ഞങ്ങളുടെ ഓങ്കാളി അമ്പലം. ഇതാണ് സുധി കുഞ്ഞമ്മ, അമ്മയുടെ അനിയത്തിയാണ്. അപ്പോൾ നേരത്തെ തന്നെ കുഞ്ഞമ്മ നേരത്തെ തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, സുധ കുഞ്ഞമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നേരത്തെ ഫുഡ് കഴിച്ചു. ഞങ്ങൾ അത് കഴിഞ്ഞിട്ടാട്ടോ വന്നത്, പിള്ളേരെല്ലാവരും കൂടി അത് കഴിഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആറ്റിൽ കഴുകുന്ന കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് എടുത്തു തന്നിട്ട് അതിന് ഞാൻ നടക്കുകയാണ്. അപ്പോൾ എന്നോട് അവൾ പറയാൻ ഓടാരി ചേച്ചി നമുക്ക് സ്ലോ മോഷനിലൊക്കെ വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചോണ്ടാണ് പോകുന്നത്. അങ്ങനെ അമ്പലത്തിൽ നിന്ന് വന്നപ്പോഴേക്കും എന്താ ഉത്സവം സ്പെഷ്യലായിട്ട് ബീഫും ഒക്കെ സെറ്റാക്കണം. അപ്പോൾ ഇന്ന് താലം ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ അതൊക്കെ സെറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഞാൻ താലത്തിനൊക്കെ റെഡി ആയിട്ട് ഞങ്ങളിതാ പോവാണ്. ഇതാണ് കേട്ടോ താലത്തിൻ്റെ എൻ്റെ കോസ്റ്റ്യൂം. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ എന്താ ഞങ്ങൾ താലം പോണ വീട്ടിൽ വന്നു. ഇതാണ് കുടുന്നിട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സ്. പക്ഷെ ആൾക്ക് ഉള്ള ഫോട്ടോ ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, ആൾ ഭയങ്കര അലമ്പായിരുന്നു. കാരണം ആ ഉടുപ്പിലുള്ള ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ താലമൊക്കെ കത്തിച്ചു. ഞങ്ങളിതാ നിരനിരാന്ന് എല്ലാവരും കൂടി നിൽക്കുകയാണ്. ഞാൻ പൂത്താലായിരുന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ താലം അമ്പലത്തിലേക്ക് കയറുകയാണ്. നമ്മൾ ചുറ്റിക്കറങ്ങി വന്നോട്ടെ വരാനായിട്ട്. പകുതി വരെ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ പകുതി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ മൊത്തം ഇങ്ങനെ കരിങ്കല്ല് പോലത്തെ പൊടികളൊക്കെ ഇട്ടിരിക്കുന്നു. നടക്കാൻ തീരെ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ വന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ താലം വന്ന് കയറുന്ന കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിള്ളേരുടെ പരിപാടിയൊക്കെ ഉണ്ട്. ഇന്ന് ലാസ്റ്റ് ദിവസമല്ലേ, അപ്പോൾ അത് കാരണം പിള്ളേരുടെ പരിപാടി, വട്ടക്കളി, കൈകുട്ടിക്കളി, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ താലം ഞങ്ങൾ അമ്പലത്തിൽ അകത്തോട്ട് കയറ്റി താലമൊക്കെ അവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ ഈ വെടിക്കെട്ടിൻ്റെ വീഡിയോസൊന്നും ഞാൻ ഫോണിൽ കാണുന്നിട്ടോ, നേരിട്ട് ഞാൻ വെടിക്കെട്ട് കണ്ടൊന്നുമില്ല, കാരണം അമ്പലത്തിനകത്തായിരുന്നു. അങ്ങനെ ഇതിലെടുത്ത കാരണം എനിക്ക് കാണാൻ പറ്റി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേരുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ആ വട്ടക്കളിയൊക്കെ ഉണ്ടായിരുന്നു, അല്ല കൈകുട്ടിക്കളിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു. ഇത് മാത്രമല്ല വേറെയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. മഴ പെയ്ത് കാരണം കാണാൻ പറ്റിയില്ല. കുടുവാട്ടി നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ.